മജീദ് ഖാദമി എന്ന പേര് പൊതുവേദികളിൽ അധികം കേട്ടിരുന്നില്ലെങ്കിലും ഇറാന്റെ സുരക്ഷാ ശൃംഖലയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2022 IRGC ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനായി അദ്ദേഹം നിയമിതനാകുമ്പോൾ ഇറാൻ വലിയൊരു ആഭ്യന്തര വെല്ലുവിളി നേരിടുന്ന സമയമായിരുന്നു. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല, ഇറാന്റെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ചോരാതെ സൂക്ഷിക്കുക എന്ന അതീവ പ്രാധാന്യമുള്ള ചുമതലയാണ് അദ്ദേഹം വഹിച്ചിരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്ന ഖാദമി ഇറാനിലെ സൈനിക ഭരണകൂട സംവിധാനങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാന കണ്ണിയായിരുന്നു. മാജിദ് ഖാദമിയുടെ സേവനം ഇറാന് എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതിയാകും. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെയുള്ള അട്ടിമറികൾ തടയുക, വിദേശ ചാര സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം കണ്ടെത്തുക, വിപ്ലവ ഗാർഡുകൾക്കിടയിലെ അച്ചടക്കവും വിശ്വസ്തതയും ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. ലളിതമായി പറഞ്ഞാൽ ഇറാന്റെ എല്ലാ സുരക്ഷാ വിഭാഗങ്ങളെയും നിരീക്ഷിക്കുന്ന കാവൽക്കാരനായിരുന്നു അദ്ദേഹം. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഈ സംഭവം ഇപ്പോഴും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോഴും ഖാദമിയെ പോലൊരു തന്ത്രജ്ഞനെ നഷ്ടപ്പെട്ടത് ഇറാന്റെ രഹസ്യാന്വേഷണ ഏകോപനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കും പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്കും നേരെ ആക്രമണങ്ങൾ നടന്ന യുദ്ധകാലത്ത് ഇന്റലിജൻസ് വിഭാഗം തലവന്റെ മരണം പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു. വെടിനിർത്തലിന് ശേഷമുള്ള പുനർനിർമ്മാണ ഘട്ടത്തിലും ഈ വിടവ് ഇറാൻ സൈന്യത്തിന് വലിയൊരു തലവേദനയാണ്.